സഹോദരങ്ങളെ, മദീനത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ജുഹുഫ് മല, ആ മലയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയ ദീപാലങ്കാരത്തിൽ വിളിച്ചു നിൽക്കുന്നൊരു വെള്ളക്കൊട്ടാരം പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഇരിക്കുന്ന മസ്ജിദുൻ നബവി കാണാം. അതൊരു വല്ലാത്ത കാഴ്ചയാണിത്. ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ, സ്വർണ്ണത്തിൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ 450 തൂണുകൾ നിലഞ്ഞു നിൽക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കുപ്പകളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വെള്ളക്കൊട്ടാരം പോലെ, മേഘപാളികളുടെ ഇടയിലൂടെ തെങ്ങി നീങ്ങുന്ന ഒരു വെള്ളക്കൊട്ടാരം പോലെ ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറ കാണാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ജുഹുഫ് മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കുമത്രേ, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന് ജുഹുഫ് മലയുടെ മുകളിൽ കയറി നിന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ ഈ സംഭവം പറയുമ്പോ, അള്ളാന്റെ റസൂൽ ഹദീസ് പറയുമ്പോ, അന്നത്തെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ അവസ്ഥ എന്താ? ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച 4 ഈത്തപ്പന മരത്തിന്റെ തൂണുകൾ കൊണ്ടുണ്ടാക്കിയ പാടമണല് മാത്രം വിരിച്ചിട്ട ഒരു കൊച്ചു പുര, ആ പുരയാണ് മസ്ജിദുൻ നബവി. ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടിയ